വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളെ സമയം ഉണ്ടാവും. ഇതിനൊക്കെ AI ടൂൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കണ്ടന്റ് ഇടാൻ പറ്റും. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ടോപ്പിക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഹായ്, എന്തായാലും വളരെ ക്ലിയർ. ഈ നമ്മൾ നിലവിൽ ഷെയർ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ലിസ്റ്റ് പറഞ്ഞ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അവിടെ നിന്ന് അതിലൊരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ എങ്ങനെയാണ് കോപ്പി എടുക്കുന്നത് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോയത് എല്ലാവരും ഒരേ ഷീറ്റ് എടുക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ എടുത്തു കഴിഞ്ഞാൽ മേക്ക് എ കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു കോപ്പി എടുത്തിട്ട് നേരെ നിങ്ങളെ എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ പേരിച്ചുള്ളത് എഴുതിയിട്ട് നിങ്ങളുടെ ഡ്രൈവിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് അവിടെ എന്തില്ല, ഇതിനുള്ള എഡിറ്റിംഗ് ആയിട്ട് വരില്ല. മറ്റേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നിങ്ങളെ ഓൺ ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 30 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മിനിമം ഒരു 5 ഇൻവെസ്റ്ററേറ്റ് നിങ്ങൾക്ക് പിച്ച് ചെയ്യാൻ പറ്റില്ല. ആ പിച്ചയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത എന്തൊക്കെയാണ് ചേഞ്ചസ് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ചേഞ്ചസ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഇൻവെസ്റ്റേഴ്സിന് പിച്ച് ചെയ്യാൻ പോകാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയാം. ജസ്റ്റ് കയ്യെ ലൈക്ക് അടിക്കാണെങ്കിൽ മൈക്ക് ഓൺ ആക്കണം. വിജാസ് ലൈക്ക് അടിച്ചിട്ട് ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ലിങ്ക്ഡിനില് നമ്മൾ പെയ്ഡ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, അതോ നമ്മൾ ഫ്രീ വേർഷൻ ഉപയോഗിക്കാണോ നല്ലത്? പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കസ്റ്റം മെസ്സേജസ് അയക്കാൻ പറ്റും, നമുക്ക് ആളുകളെ റീച്ച് ചെയ്യുന്നതിന് കൂടുതലായിരിക്കും. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്രൊഫൈലിലേക്കാണ് നമുക്ക് റീച്ച് ചെയ്യേണ്ടത് വെച്ചാൽ അവരെ റീച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇൻവെസ്റ്റേഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട് നമ്മൾ അത് അത് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ഒരു മാസം ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാസം ഫ്രീ ആണ്. നമ്മൾ കാർഡ് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് ഫ്രീ ആണ്. സെക്കൻഡ് മന്ത് മുതലാണ് നമുക്ക് എന്ത് ചാർജ് ചെയ്ത് തുടങ്ങും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്താൽ മതി. ഡിസേബിൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. What should be stage startup looking for? Sikandar Farooq basically, what should be the stage of startup looking for in family pitch area to find investor? ഇൻവെസ്റ്റർ പിച്ച് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഒരു ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തുണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2000 ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽ ഉണ്ട്. അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവും, അതല്ലെങ്കിൽ മെയിലാണെങ്കിൽ മെയിൽ ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുണ്ട്, US ബേസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യം UAE ബേസ് ചെയ്തിട്ടൊക്കെ അതിന്റെ ഡീറ്റെയിൽ ഉണ്ട്. അതിനെടുക്കാം. അതല്ലെങ്കിൽ ക്രഞ്ച് വൈസിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ് ഗൂഗിളിലും ഇവിടെയൊക്കെ സെർച്ച് ചെയ്താൽ അവർക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ പറ്റും. എപ്പോഴും ഡാറ്റാബേസ് അവൈലബിൾ ആയിട്ടുള്ള വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കാൻ നോക്കുക എന്നതാണ് എപ്പോഴും നല്ലത്.
ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഷഫീഖ് ഭായ്, അപ്പൊ ഒരു ഐഡിയ ഏത് സ്റ്റേജിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പ് കുറച്ച് ബിൽഡ് ചെയ്തിട്ട് അത് അല്ലെങ്കിൽ നമുക്ക് ഏത് സ്റ്റേജിലും അല്ലെങ്കിൽ ഐഡിയ സ്റ്റേജിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഏതാണ് അതിന്റെ കറക്റ്റ് ഒരു ഫോമാറ്റ്? നമുക്ക് ഐഡിയ സ്റ്റേജിൽ മൈക്കൊന്ന് ഓഫ് ആക്കുകയാണെങ്കിൽ ഐഡിയ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻവെസ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഫണ്ടിങ് കിട്ടാനുള്ള സാധ്യത ഒരു 99% ഉണ്ടാവില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു IIT IIMനോ അല്ലെങ്കിൽ നമ്മൾ നിലവിലൊരു PhD കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും കുറച്ചും കൂടി റെക്കഗ്നൈസേഷൻ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ലിങ്ക്ഡിൻ എന്തെങ്കിലും കൃത്യമായിട്ട് നമ്മളെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ലിങ്ക്ഡിനിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഫൈലിൽ ഓട്ടോമാറ്റിക്കലി ആൾ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സ്റ്റോറി ഒക്കെ കൃത്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങോട്ട് ഔട്ട്റീച്ച് നമ്മൾ അങ്ങോട്ട് ഔട്ട്റീച്ച് ചെയ്യുന്നതിനൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയ സ്റ്റേജിലുള്ള ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന ആദ്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട പെർസെൻറ്റേജ് വളരെ കൂടുതലായിരിക്കും. അതായത് 40%, 50% ഒക്കെ ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെറിയ എമൗണ്ടിന് അവർ കൊടുക്കേണ്ടത്. പക്ഷേ നിങ്ങളൊരു ഐഡിയ സ്റ്റേജിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, അത് തെറ്റൊന്നുമില്ല. കാരണം ആ പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആ പ്രൊഡക്റ്റ് ഇറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനുവേണ്ടി ശ്രമിക്കാം. ബാക്കിയുള്ള 50% എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് നല്ല വാല്യുവേഷനിൽ പുറത്ത് കൊടുക്കാൻ പറ്റും. ആ കിട്ടിയ 50% കൊണ്ട് എന്ത് ചെയ്യണേ? നിങ്ങൾ പ്രൊഡക്റ്റ് നല്ലതിൽ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ലിങ്ക്ഡിനില് ഹലോ ഫേസ്ബുക്ക് പോലെ തന്നെ ലിങ്ക്ഡിൻ നമ്മുടെ പേജില് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫേസ്ബുക്ക് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്പോൺസേർഡ് ആയിട്ട് നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റും. പക്ഷെ ലിങ്ക്ഡിനിൽ എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി നമ്മുടെ കസ്റ്റമർ ബേസ് അവിടെ ഉണ്ടോന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ്. മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും? എല്ലാ സ്ഥലത്തും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ശരിക്കും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന പോലുള്ള ലീഡ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമ്മൾ പ്രൊഫൈല് പെയ്ഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റർ കിട്ടാനും നമ്മൾ നിലവിൽ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു പ്രൊഫൈല് നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഒന്നും എഴുതുന്നില്ല, ഒന്നും ഡീറ്റെയിലിംഗ് ഇല്ലാത്തൊരു സ്ഥലത്ത് എന്ത് ചെയ്യണേ? നമ്മൾ ജസ്റ്റ് പ്രൊഫൈല് പെയ്ഡ് ആക്കിയിട്ട് എന്തില്ല കാര്യമില്ല. അവിടെ കൃത്യമായിട്ട് നമ്മളെ സ്പെസിഫൈ ചെയ്യുന്ന ഡീറ്റെയിലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എന്ത് നമ്മളവിടെ പെയ്ഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റർ വന്ന് നോക്കുമ്പോൾ അവർക്ക് എന്തുള്ളൂ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. അല്ലാതെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ മാത്രം കൊടുത്തുള്ള ഒരു അക്കൗണ്ടാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമ്മൾ വെറുതെ പൈസ ചിലവാക്കുന്ന ഒരു കേസായിട്ട് വരുന്നത്. പക്ഷെ നിങ്ങളൊരു IT അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ സ്റ്റാഫ് ലെവലിലുള്ള ആളുകൾക്ക് ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ലിങ്ക്ഡിൻ ചെയ്യണം. പെയ്ഡ് ചെയ്യണമെന്ന് പറയും. വേറെ ആർക്കെങ്കിലും ഇതിപ്പോ നമ്മൾ ലിങ്ക്ഡിന് മാത്രം ശരിക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഫണ്ടിങ് എടുക്കുക, അതല്ലെങ്കിൽ ഒരു ചെറിയ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, ലിങ്ക്ഡിൻ അല്ലാത്ത കുറെ ഇൻവെസ്റ്റേഴ്സ് അവിടെ എങ്ങനെ ഔട്ട്റീച്ച് ചെയ്യാം, നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തുക, ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തിയിട്ട് എങ്ങനെയാണ് അയാൾ നമ്മൾ ചെയ്യുക, നമ്മളെ വളയത്തിലേക്ക് ചാടിക്കുക, ഇങ്ങനത്തെ ടോപ്പിക്കിലൊക്കെയാണ് നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാം പറഞ്ഞത്. ശരിക്കും ഇതിന് മുന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പ്രകാരം നമ്മളൊരു മാറ്റി. അപ്പോൾ ഈ വരുന്ന 19-ാണ് ആ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതിലിനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്റ്റൻഡ് വെർഷൻ ആണ്. ഇതൊരു നിശ്ചയമായിട്ട് ലിങ്ക്ഡിൻ മാത്രമാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ കുറച്ചും കൂടി വലിയൊരു വേർഷനാണ് എന്ത് അപ്പുറത്ത് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ലിങ്ക്ഡിൻ വർക്ക് ആയിക്കോളണമെന്നില്ല. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, നമ്മൾ മറ്റ് സെക്ഷനും കൂടി നമ്മൾ വേറെ ഉണ്ട്. അതിൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഇനി ആർക്കെങ്കിലും പങ്കെടുക്കണമെങ്കിൽ അതിലും പങ്കെടുക്കാവുന്നു.
ഇനി ആരെങ്കിലും കൈ പൊക്കിയിട്ടുണ്ടോ? ഇനി കൈ പൊക്കി ചോദിക്കാൻ മടിയുള്ളവർക്ക് മെസ്സേജിൽ ചോദിക്കാട്ടോ. ഇനി ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിത് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഒരു അരമണിക്കൂറായിരുന്നു സമയം പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ആ, ഓക്കെ. Good night.